ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അത്തക്കള ഇടാനായിട്ട് ഞാൻ ചാണം മെഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നായ്ക്കുട്ടി അതിൽ വന്നിട്ട് തിന്നാനൊക്കെ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മ വിളിച്ചതാണ് രാവിലെ. അമ്മ നേരത്തെ പോയിരുന്നു മണ്ടൂർക്ക്. അപ്പോൾ അമ്മ വിളിച്ചതാണ്. ബസ് കിട്ടിയില്ല എന്നൊക്കെ പറയുക അമ്മ. ബസ് കിട്ടിയില്ലാന്ന് മാത്രമല്ല, അമ്മ അവിടെ നിന്ന് അരിവാൾ ഇതൊന്നും എടുക്കാതെ പോയി, അതൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം അത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അത്തെടുത്തു. അപ്പോൾ എല്ലാം നമ്മൾ നമ്മുടെ നാടൻ കാശിത്തുമ്പപ്പൂക്കൾ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ 3 ഒറ്റ കളർ കാശിത്തുമ്പിയും പിന്നെ ചെണ്ടുമല്ലിയുണ്ട്, പിന്നെ ഡബിൾ ആയിട്ടുള്ള റെഡും ഉണ്ട്, വേറെ കളറുണ്ട്. പക്ഷേ റെഡുമ്പോൾ മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ അത്തക്കള ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കണു. ചെണ്ടുമല്ലി നമുക്ക് മഞ്ഞയാണ് ഉണ്ടായിരിക്കണം, ഓറഞ്ച് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് പൂക്കളിടുന്നതാണ്. പൂക്കളിടുന്ന ആൾ നമ്മുടെ മീനുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഭാവനയിൽ വിരിഞ്ഞ പൂക്കളമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്ന പൂക്കളെല്ലാം അവൾ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ബാക്കി നമ്മുടെ മീനുട്ടിയുടെ അഭിപ്രായത്തോട് ഞാൻ ചേരുന്നു. എന്താണ് മീനുട്ടി ബാക്കി നിനക്ക് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. അപ്പോൾ പൂക്കളം എൻ്റെ ഒരു ഐഡിയയിലാണ് ഇടുന്നത്. നമ്മുടെ അമ്മയ്ക്ക് എന്നേക്കാൾ നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അച്ചാച്ചൻ്റെ ബുദ്ധിയൊക്കെ അമ്മയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഈ വക കാര്യത്തിലൊക്കെ നല്ല ഐഡിയയും കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഐഡിയ ഒന്നുമില്ല. എനിക്ക് തോന്നിയ മാതിരി ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അത്ര അങ്ങനെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ അമ്മയെ കൊണ്ട് ഞാൻ പൂക്കൾ ഇടിയിക്കുന്നതായിരിക്കും. ഞാൻ പൂ പൊട്ടിച്ചുകൊണ്ടിരും, അമ്മ ഇടും. അമ്മയുടെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കാണണം. കാരണം പണ്ടത്തെ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഡിസൈൻ ഞാൻ തന്നെ എന്താ പറയുക കൊറിയോഗ്രാഫി ചെയ്ത് എടുത്തതാണ്. അപ്പം അങ്ങനെ ഇതാണ് പൂക്കളം. അപ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ ഉള്ള പൂവൊക്കെ വെച്ച് ഉള്ള പൂവല്ല, നമ്മൾക്ക് എല്ലാ ദിവസവും ഇടാൻ വേണ്ടേ. അപ്പോൾ ഒരു കിറ്റിന് എത്രയാ 60 80 ഒക്കെ വരും. പിന്നെ വീട്ടിലെ പൂവ് ഇടുമ്പോഴല്ലേ ഒരു നാടൻ തനിമ ഉണ്ടാവുള്ളൂ. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്കങ്ങനെ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ വാടാമുല്ല ഉണ്ടായിരുന്നു. വാടാമല്ലി വെള്ളയും മറ്റേ കളറും. പക്ഷെ അത് പോയില്ലേ മഴ കാരണം. ഇല്ല, ഞാൻ കണ്ടില്ല. വാടാമല്ലി ഓക്കെ. അപ്പം നമ്മുടെ അമ്മ പറയണത് വൈറ്റും പർപ്പിളും വാടാമല്ലിയുടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പൊട്ടിക്കാന്ന് മറന്നുപോയി. ഇനി നമുക്ക് നാളെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ജൂൺ എന്നാണ് പറയണേ. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ സീനിയേഴ്സ് 10th സ്റ്റുഡൻസാണ് ഇന്നും ടീച്ചേഴ്സ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഞാൻ സാരി ഉടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി പോവുകയാണ്. 1 സൈഡൊക്കെ ഇരുന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡുമാണ്, ഉടുത്തതൊക്കെ നന്നായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞു എന്താ പറയുക, പൊങ്ങി നിൽക്കണ സാരിയാവും കുറച്ച് ഹൈറ്റില്ലാത്തവർക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു. നമ്മളതൊന്നും മൈൻഡാക്കാൻ പോയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാരി സ്റ്റെപ്സൊക്കെ കയറി ഇറങ്ങുമ്പോഴായാലും ഒക്കെ ഇതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റേതൊക്കെ ഇട്ടിട്ട് ഉച്ചയ്യണ വരെ നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ സാരി ശരിക്ക് ഇറക്കത്തിൽ തന്നെ ഉടുത്തിരുന്നത്. പക്ഷെ മീനുട്ടി ഇട്ട ചെരുപ്പിൻ്റെയാണ് ആ കുഴപ്പം. ഞാൻ ഹീലിട്ടിട്ടുണ്ടായിരുന്നു. ഹീലിട്ടത് അല്ലെങ്കിൽ കറക്റ്റായിരുന്നു. അപ്പം അങ്ങനെ അതാണ് ടീച്ചേഴ്സ് പറഞ്ഞെന്നാലും ഏത് ഇതാടണേന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നീട് മാറിക്കഴിഞ്ഞപ്പോഴാണ് അവൾ ആ ചെരുപ്പിടണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡാൻസിൻ്റെ വീഡിയോ ആഡ് ചെയ്തേട്ടാ. അപ്പോൾ ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം ഇതിൻ്റെ ഫുൾ വീഡിയോ. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞങ്ങനെ ഇതായിട്ടല്ല, എടുക്കുമ്പോൾ അങ്ങനത്തെ എടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നതിനാണ് ഉദ്ദേശിച്ചത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ തടിയുള്ള ആളായതുകൊണ്ട് തന്നെ
ഞാൻ അങ്ങനെ പൊങ്ങി നിൽക്കണ സാരി, പൊങ്ങി നിൽക്കണതല്ല, ഒരു സാരിയും ഉടുക്കാറില്ല. ഇതാണ് ഒരു സാരി. ഇപ്പം അടുത്ത് തന്നെ ജിത്തുവിൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തൊരു സാരി. അതും പറഞ്ഞു കേട്ടാ, കാരണം ഞങ്ങളെ അറിയാം ചെറുപ്പം മുതൽ പഠിക്കണോണ്ടും പിന്നെ അമോഘിൻ്റെ അമ്മ ആയതുകൊണ്ടും അമോഘയുടെ അമ്മ ആയതുകൊണ്ടും സ്കൂളിൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു അമ്മ അങ്ങനെ പിന്നെ ചുരിദാറിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ സാരി ഒന്നും ഉടുക്കാത്തതുകൊണ്ട് തന്നെ സാരികളില്ല എനിക്ക്. ആ സ്ഥാനത്ത് ധാവണി ഉണ്ട്, ഇഷ്ടംപോലെ ധാവണീസ് ഉണ്ട്, സെറ്റ് മുണ്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു അത്തത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പോണ നേരത്ത് അറ്റെത്തണവരെ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ എന്താ വൺ സൈഡ് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. വളവൊക്കെ എത്തുമ്പോൾ നമ്മളങ്ങോട്ട് തിരിയണമൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പോകണോണ്ടാണ് പിന്നെ സെറ്റായിട്ടാ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ അടുത്ത ദിവസത്തെ പൂക്കളത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ വരും. അതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.